അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു എന്ന പേരിൽ സസ്പെൻഷനിലായ തിരുവനന്തപുരം ബെവ്കോ റീജിയണൽ മാനേജർ റഷ മഞ്ചേരിയുടെ കുടുംബം വിശദീകരണവുമായി എത്തുകയാണ്. അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചോ എന്ന കാര്യം വസ്തുതാവിരുദ്ധമാണെന്നും നിലവിൽ ഇവരുടെ പ്രമോഷൻ തടയുന്നതിന് വേണ്ടിയുള്ള ചിലരുടെ ഒത്തുകളിയാണ് ഇതെന്നും റഷയുടെ ഭർത്താവ് ജുനൈസ് വാലിത്തൊടിക പ്രതികരിക്കുന്നു. ഭാര്യ റഷ മാനസികമായി തളർന്നു നിൽക്കുന്ന അവസ്ഥയാണെന്നും ഹൈക്കോടതി വക്കീൽ കൂടിയായ തൻ്റെ വരുമാനവും ചേർത്തുകൊണ്ടാണ് വീടും പറമ്പും ഉള്ളതെന്നും നിലവിൽ 8 ലക്ഷം രൂപയുടെ കടത്തിലാണ് തങ്ങളെന്നും ഭർത്താവ് ജുനൈസ് വാലിത്തൊടിക പറയുന്നു. നിങ്ങളുടെ ഭാര്യ അഥവാ റഷ മഞ്ചേരി ഇപ്പോൾ വാർത്താ ചാനലുകളിലൊക്കെ വളരെ വലിയ രീതിയിൽ പ്രാധാന്യത്തോടു കൂടി കാണിക്കുകയാണ്. ഇതിൻ്റെ ഒരു വസ്തുത എന്താണ്? ഈ ഒരു വിജിലൻസ് പരിശോധനയിൽ എന്തെല്ലാം കണ്ടെത്തിയിട്ടുണ്ട്? നിങ്ങൾ ഇതിൻ്റെ കൃത്യമായ വിവരങ്ങൾ എന്തെല്ലാം അവർക്ക് നൽകിയിട്ടുണ്ട്? ഇത് ആദ്യം പറയാനുള്ളത്, സത്യസന്ധമായി ജോലി ചെയ്യുന്ന ആളുകൾക്ക് സ്വാഭാവികമായിട്ടും ശത്രുക്കളുണ്ടാവും. അഴിമതിക്കാരും മറ്റുമായിട്ടുള്ള ഉദ്യോഗസ്ഥർക്കും കറപ്റ്റഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥർക്കും എതിരെ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ഉദ്യോഗസ്ഥയാണ് എൻ്റെ ഭാര്യ റഷ. മാത്രമല്ല, ഈയിടെ അടുത്ത് ഒരു പ്രൊമോഷൻ സാധ്യത വന്ന് നിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതിൻ്റെ ഇപ്പോൾ ഈ അടുത്ത ഒന്നര ആഴ്ച മുമ്പാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ നിന്ന് ശ്രീമതി റഷക്ക് അനുകൂലമായിട്ട് ഒരു കോടതി ഓർഡർ ഉണ്ടായത് പ്രൊമോഷനുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അതിനെല്ലാം തകർക്കുക എന്നുള്ള ലക്ഷ്യം വെച്ച് ആരോ ഇതിൻ്റെ പിന്നിൽ കളിച്ചായിരിക്കാനേ സാധ്യതയുള്ളൂ. ഇതിൻ്റെ അകത്ത് യാതൊരുവിധ വസ്തുതയില്ല. അനധികൃത സ്വത്ത് സമ്പാദിച്ചു എന്ന് പറയുന്നത് എവിടെയാണ് ഈ അനധികൃത സ്വത്ത് എന്നുള്ളത് കാണിച്ചു തരണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളതിൽ. കാരണം ഞങ്ങൾ താമസിക്കുന്ന വീടും ആ സ്ഥലവും അല്ലാതെ മറ്റൊരു സ്വത്തും ഞങ്ങൾ പേരിലില്ല. ഞങ്ങൾക്കോ ഞങ്ങളുടെ കുടുംബക്കാർക്കോ ഇല്ല അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്. അതിൻ്റെ എല്ലാവിധ രേഖകളും ഞങ്ങൾ വിജിലൻസ് മുമ്പാകെ ഹാജരാക്കിയിട്ടുണ്ട്. പിന്നെ വിജിലൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പരാതി ലഭിച്ചു കഴിഞ്ഞാൽ, പോലീസിനെ സംബന്ധിച്ച് വിജിലൻസിനെ സംബന്ധിച്ച് ഒരു പരാതി ലഭിച്ചു കഴിഞ്ഞാൽ അതിന് FIR ഇട്ടുകൊണ്ട് അന്വേഷണം നടത്തുക എന്നുള്ളതാണ് അവരുടെ ഒരു രീതി. അതിൻ്റെ അടിസ്ഥാനത്തിൽ FIR രജിസ്റ്റർ ചെയ്തു, വീട്ടിൽ വന്നു റെയ്ഡ് നടത്തിയിട്ട് വീട്ടിൽ നിന്ന് കണ്ടെത്തിയ തുക എന്ന് പറയുന്നത് 2735 രൂപയാണ്. ഒരു വീട് റെയ്ഡ് ചെയ്തിട്ട് അവിടുന്ന് പിടിച്ചെടുത്ത തുക. പിന്നെ ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ ആധാരം കൊണ്ടുപോയിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ടും ഒരു സ്ഥലം വാങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ പബ്ലിക് സർവൻ്റ് എന്നുള്ള ആൾക്ക് സർക്കാരിനെ അറിയിച്ചിട്ട് ആണ് വാങ്ങിയിട്ടുള്ളത്. അത് സർക്കാരിന് യഥാസമയം അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ രേഖകളല്ലാതെ പിന്നീട് കൊണ്ടുപോയിട്ടുള്ളത് കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്നതിൻ്റെ ഫീസ് അടച്ചതിൻ്റെ ബില്ല്, ഞങ്ങൾ ട്രീറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബില്ലുകൾ, രേഖകൾ, അതല്ലാതെ മറ്റൊരു രേഖയും ഞങ്ങൾ വീട്ടിൽ നിന്ന് കണ്ടെത്തുകയോ കൊണ്ടുപോയിട്ടോ ഇല്ല. പിന്നെ വർഷം ഏതാണ്ട് 10 ലക്ഷത്തോളം രൂപ ശമ്പളം എൻ്റെ ഭാര്യ കൈപ്പറ്റുന്നുണ്ട്. വിവിധ ഇനങ്ങളിലായിട്ട് 10 ലക്ഷം രൂപ ശമ്പളം ഇനത്തിൽ കൈപ്പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഏതാണ്ട് 10-15 ലക്ഷം രൂപ ഒരു വർഷം വരുമാനമുള്ള ആളാണ് ഞാൻ അതിൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ന് വിജിലൻസ് ഓഫീസിൽ ഹാജരാക്കിയാണ്ട് വരുന്ന വഴിയാണ്. നിങ്ങൾക്ക് എന്താണ് ജോലി? എന്താണ്? ഞാൻ അഭിഭാഷകനായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നൊരു അഭിഭാഷകനാണ് ഞാൻ. 2007 മുതൽ ആക്റ്റീവ് പ്രാക്ടീസ് ചെയ്യുന്നൊരു അഭിഭാഷകനാണ് ഞാൻ. ഒരു അഭിഭാഷകന് 10 ലക്ഷം രൂപ അല്ലെങ്കിൽ 15 ലക്ഷം രൂപ ഒരു വർഷം ശമ്പളം എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയ വരുമാനം. അതിൻ്റെ എല്ലാ രേഖകളും ഞാൻ ഹാജരാക്കിയിട്ടുണ്ട് വിജിലൻസിൽ. 1-2 ബാങ്കിൻ്റെ സ്റ്റാൻഡിംഗ് കൗൺസിലാണ് ഞാൻ. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനങ്ങളുണ്ട്. 48 ലക്ഷം രൂപ വരുമാനം ഉള്ളും പിന്നെ റഷക്ക് എന്നുള്ളതാണ് ആരോ കൊടുത്ത പരാതിയിലുള്ളത്. ആ പരാതിയിൽ കാണുന്ന കാര്യങ്ങളാണ് FIRൽ വരിക. ബാക്കിയുള്ള കാര്യങ്ങൾ വിജിലൻസ് അന്വേഷിച്ച് കണ്ടെത്തണം. അന്വേഷണം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇലക്ഷനും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഞങ്ങൾ ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഈ കേസെടുത്തു എന്നല്ലാതെ അതിൻ്റെ യാതൊരു നടപടിയും തുടങ്ങിയിട്ടില്ലായിരുന്നു. അതിനുശേഷം തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടങ്ങളിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അന്വേഷണം തുടങ്ങിയിട്ടിപ്പോൾ 2-3 ദിവസമേ ആയിട്ടുള്ളൂ. അപ്പോൾ സ്വാഭാവിക നടപടി എന്നുള്ള നിലയിൽ ഒരു FIR ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെതിരെ, അത് ഏത് കേസിലും ആവട്ടെ, ഒരു FIR രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത നടപടി എന്ന് പറയുന്നത് ആ കാര്യം രജിസ്റ്റർ ചെയ്ത കാര്യം അതോറിറ്റിയെ ഇൻഫോം ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ഇൻഫോം ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത നടപടി എന്ന് പറയുന്നത് അവരെ താൽക്കാലികമായി സർവീസിൽ നിന്ന് മാറ്റി നിർത്തുക, സസ്പെൻഡ് ചെയ്യുക എന്നുള്ള അതൊരു സ്വാഭാവിക നടപടിയുടെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ളതാണ് ഞങ്ങൾ കാണുന്നത്. അതല്ലാതെ അനധികൃതമായിട്ടുള്ള 1 രൂപയുടെ സ്വത്ത് പോലും ഞങ്ങൾ ആരും സമ്പാദിച്ചിട്ടില്ല. ഉണ്ടെങ്കിൽ ആർക്കും വരാം, ഒന്ന് പരിശോധിക്കുക. ഞങ്ങളാ താമസിക്കുന്ന വീടും അതിനോടനുബന്ധിച്ചുള്ള ആ സ്ഥലവും അല്ലാതെ ഞങ്ങൾ 1 രൂപയുടെ സ്വത്തും സമ്പാദിച്ചിട്ടില്ല. ഒരു ബാങ്ക് ബാലൻസും ഇല്ല. 8 ലക്ഷം രൂപ ഞങ്ങൾക്ക് ബാങ്കിൽ കട, അതിൻ്റെ രേഖയും കൊടുത്തിട്ടുണ്ട്. ഞങ്ങളിന്ന് വീട് വെച്ചത് ലോൺ എടുത്തിട്ടാണ്. ആ ലോൺ അടച്ചു തീർന്നിട്ടില്ല ഇതുവരെ. 8 ലക്ഷം രൂപ ഇപ്പോഴും ബാങ്കിൽ കടാണ്. ഇത്ര അനധികൃതമായൊരു സ്വത്ത് സമ്പാദിക്കുന്ന ആളാണെങ്കിൽ ആദ്യം ചെയ്യാൻ എന്താ, ലോണൊക്കെ തീർത്ത് ഉഷാറായിട്ട് പോവില്ലേ?
ആ രേഖയും ഞങ്ങൾ വിജിലൻസിന് ഹാജരാക്കി കൊടുത്തിട്ടുണ്ട്. നിലവിൽ നിങ്ങൾ താമസിക്കുന്ന ഒരു വീടും സ്ഥലവും മാത്രമാണ് നിങ്ങൾക്കുള്ളത്? അത് മാത്രമാണുള്ളത്. ഒരു 2019 വാങ്ങിയൊരു ഒരു 4 ലക്ഷം രൂപ വില, 5 ലക്ഷം രൂപ വിലയുള്ള ഒരു കാറ്, അത് ലോൺ വാങ്ങിയിട്ടാണ്. ഫെഡറൽ ബാങ്കിന് ലോൺ അടച്ചു കൊടുക്കുകയാണ്. അതിന് ലോൺ എടുത്തിട്ടാണ് ഒരു കാറ് പോലും വാങ്ങിയിട്ടുള്ളത്. അതിനിപ്പോഴും ലോണുണ്ട്. അപ്പോൾ ഈ ഒരു അന്വേഷണം നിലവിൽ അവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ നടത്തി എന്നുള്ളതാണോ? ഒരു പരാതി വ്യാജമാണ് ഈ ഒരു പരാതി എന്നുള്ളതാണോ നിങ്ങൾ പറയാനുള്ളത്? തീർച്ചയായിട്ടും അതിപ്പോൾ ഒരു ഇത്തരത്തിലുള്ള ഒരു പരാതി വരാൻ കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രൊമോഷൻ സാധ്യത വരുന്നുണ്ട്. നല്ല ഒരു പോസ്റ്റിലേക്കാണ് പ്രൊമോഷൻ സാധ്യത. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2022 ലാസ്റ്റ് മുതൽ ഹൈക്കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെന്തായാലും റഷ ആ കേസിൽ ജയിക്കും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലും ഇവരുടെ പ്രൊമോഷൻ തടയുക എന്നുള്ള ഉദ്ദേശം വെച്ച് തൽപര കക്ഷികളാരോ കൊടുത്തിട്ടുള്ള പരാതി ആയിരിക്കാനേ സാധ്യതയുള്ളൂ. അങ്ങനെയാണ് ഞങ്ങൾ അതിനെ കാണുന്നത്. കാരണം ഇപ്പോൾ ആ കേസ് ഇപ്പോൾ ഒരാഴ്ച മുമ്പ് കൃത്യമായി പറഞ്ഞ ഈ മാസം 3-ാം തീയതി ആ കേസിൻ്റെ വിധി വന്നു. റഷക്ക് അനുകൂലമായിട്ട് വിധി വന്നു. അപ്പോൾ അത് വിധി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രൊമോഷൻ റഷക്കാണ്. അപ്പോൾ അത് തടയണമെങ്കിൽ ഇത്തരം ഒരു വിജിലൻസ് കേസിൽ എന്തെങ്കിലും കുടുക്കിടണം. അത് മാത്രം അതിൻ്റെ പിന്നിലെ ലക്ഷ്യം എന്നാണ് ഞങ്ങൾ കാണുന്നത്. ഒരു പകപോക്കലായി മറ്റുള്ളവർ ചേർന്ന് നടത്തുന്ന ഒരു വ്യാജ പരാതിയായിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ? തീർച്ചയായും അത് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ റഷ വളരെ കൃത്യനിഷ്ഠമായിട്ടും സത്യസന്ധമായിട്ടും ജോലി ചെയ്യുന്നൊരു ഉദ്യോഗസ്ഥയാണ്. വീട്ടിലിരുമ്പോൾ എന്നോട് ഡിസ്കസ് ചെയ്യാറുണ്ട്. പല കാര്യങ്ങളും ഉണ്ടാവുന്ന തിക്താനുഭവങ്ങളൊക്കെ നമ്മളോട് ഡിസ്കസ് ചെയ്യുന്ന ഒരു ഭാര്യ എന്നുള്ള ആൾക്ക് ആ സമയത്ത് പറയാറുണ്ട്, കൃത്യമായി കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശത്രുക്കൾ ഉണ്ടാകുക സ്വാഭാവികമാണ്. ഇപ്പോൾ പെരിന്തൽമണ്ണ DIT-യിൽ തന്നെ മാനേജറായി വർക്ക് ചെയ്തിരിക്കുന്ന സമയത്തൊക്കെ ഒരുപാട് അനോമലികൾ കണ്ടെത്തുകയും അത് അധികാരികളെ അറിയിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ഒരുപാട് ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ട്. അത് സ്വാഭാവികമാണല്ലോ. നമ്മളിപ്പോൾ ഒരു അധികാര സ്ഥാനത്തിലിരിക്കുമ്പോൾ നമ്മൾ താഴെയുള്ള ഉദ്യോഗസ്ഥർ എന്തെങ്കിലും ക്രമക്കേടുകൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളത് ഒരു നല്ല ഉദ്യോഗസ്ഥ എന്നുള്ള നിലയ്ക്കുള്ള ഉത്തരവാദിത്തമാണ്. അങ്ങനെ കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എഫക്റ്റഡ് പാർട്ടി ശത്രുക്കളായി മാറും. അത്തരം കാര്യങ്ങൾ ധാരാളമായിട്ടുണ്ടായിട്ടുണ്ട്. പക്ഷേ അത്തരം കാര്യങ്ങളൊന്നും വകവെക്കാതെ സത്യസന്ധമായിട്ടാണ് ഇത്രയും കാലം അവർ ജോലി ചെയ്തിട്ടുള്ളത്. നിലവിൽ ഈ ഒരു റെയ്ഡ് അടക്കം കഴിഞ്ഞ 3 മാസങ്ങൾക്ക് മുമ്പാണ് നടന്നിട്ടുള്ളത്. അതിനുശേഷം അന്വേഷണപരമായി അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കുകയും സർക്കാരിലേക്ക് സമർപ്പിക്കുകയും അതിൽ നിന്നുള്ള ഒരു ഓർഡർ ആയിട്ടാണ് ഇപ്പോൾ നിലവിൽ സസ്പെൻഷനിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കാലയളവിൽ നിങ്ങളുടെ നിരപരാധിത്വം അവരെ അറിയിക്കുകയും അല്ലെങ്കിൽ അത് കൃത്യമായി അവരെ ബോധ്യപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയുകയും ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു സസ്പെൻഷൻ ഒഴിവാക്കാൻ കഴിയുമായിരുന്നില്ലേ? അല്ല, ഞാൻ പറഞ്ഞല്ലോ ആദ്യം, ഇത് കേസ് എടുക്കുന്നത് 2024 മാർച്ച് 14-ാം തീയതിയാണ്. അതിനുശേഷം ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു. പല ഉദ്യോഗസ്ഥരും ഇലക്ഷൻ ഡ്യൂട്ടിയിലേക്ക് പോയി. അതുമായി ബന്ധപ്പെട്ട് വിജിലൻസിന് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ടെന്നാണ് ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞത്. അതിനുശേഷം അന്വേഷണ ഉദ്യോഗസ്ഥൻ, ഞാൻ സത്യസന്ധമായി പറയുകയാണെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെ ഞങ്ങൾ തേടിപ്പോയിരുന്നു അങ്ങോട്ട് ഞങ്ങൾക്കുള്ള രേഖകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി. ഞങ്ങൾക്ക് കിട്ടിയ വിവരം, അന്വേഷണ ഉദ്യോഗസ്ഥൻ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഡൽഹിയിലാണെന്നാണ് വിവരം കിട്ടിയത്. 4-5 പ്രാവശ്യം ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടുണ്ട് ഞങ്ങൾക്ക് കൊടുക്കാനുള്ള രേഖകൾ. കാരണം ഞങ്ങളെ കരങ്ങൾ ശുദ്ധമാണ്, സത്യസന്ധമാണ്. അതുകൊണ്ട് ആ രേഖകൾ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കുന്നതിന് വേണ്ടി 4-5 പ്രാവശ്യം കോഴിക്കോടുള്ള വിജിലൻസ് ഓഫീസിൽ ഞങ്ങൾ ചെന്നിട്ടുണ്ട്. ആ സമയങ്ങളിലെല്ലാം തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഡൽഹിയിലാണെന്നാണ് ഞങ്ങൾക്ക് അറിയിപ്പ് കിട്ടിയത്. അതിനുശേഷം ഇന്നാണ് രേഖകൾ ഹാജരാക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നത്. എല്ലാം ഹാജരാക്കി. അപ്പോൾ അവിടുന്ന് ലഭിച്ച ഒരു മറുപടി എന്താണ്? വളരെ പോസിറ്റീവായിട്ടുള്ള മറുപടിയാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. ഞങ്ങൾ കൺവിൻസ്ഡ് ആണ്, അവർ തെറ്റിദ്ധരിക്കപ്പെട്ടതാണെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത്. പൂർണ്ണമായിട്ടുള്ള രേഖകൾ ഞങ്ങൾ ഹാജരാക്കിയിട്ടില്ല. കാരണം ഞങ്ങൾ ഹാജരാക്കുമ്പോഴാണ് അവർ പറയുന്നത് മറ്റ് പല രേഖകളും അവർ ആവശ്യപ്പെടുന്നത്. ഈ ആവശ്യപ്പെട്ട രേഖകളൊക്കെ ഞങ്ങൾക്ക് ബാങ്കിൽ നിന്നും മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് കളക്ട് ചെയ്തിട്ട് വേണം. 2010 KSF-യിൽ ഉണ്ട്. 2011 ഭാര്യ ജോലിക്ക് കയറുന്നത്. അതിന് മുമ്പേ KSF-യിലുള്ള ഫണ്ട് ഞങ്ങൾ വിനിയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ആ രേഖകളൊക്കെ എടുക്കണമെങ്കിൽ ഞങ്ങൾക്ക് ഇനി വേണം KSF-യിൽ ബന്ധപ്പെടാൻ. അപ്പോൾ അവർ ആവശ്യപ്പെട്ട രേഖകൾ ഇനിയും ഞങ്ങൾക്ക് കൊടുക്കാണ്ട്. ഞങ്ങളെ കൈവശം കൊണ്ടായിരുന്ന രേഖകൾ ഞങ്ങൾ വിജിലൻസിൽ കൊണ്ടുപോയി ഹാജരാക്കിയിട്ടുണ്ട്. ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ അവരോട് പറഞ്ഞിട്ടുണ്ട്. അവർ പൂർണ്ണമായിട്ടും കൺവിൻസ്ഡ് ആണ് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. നിലവിൽ നിങ്ങളുടെ ഭാര്യ എത്രമാത്രം മാനസിക വിഷമത്തിലാണ്? ഇങ്ങനെ വാർത്തകളൊക്കെ പ്രചരിക്കുന്ന ഒരു സമയത്ത് അവരെത്രമാത്രം മാനസിക ബുദ്ധിമുട്ടിലേക്ക് പോയിട്ടുണ്ട്? തീർച്ചയായിട്ടും വളരെയധികം മാനസിക ബുദ്ധിമുട്ടില്ല. കാരണം സത്യസന്ധമായി ജോലി ചെയ്യുന്ന ആളുകൾക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വരിക, അത് പത്രമാധ്യമങ്ങളിലൂടെ വരിക, അത് റെപ്യൂട്ടേഷനെ ടാർണിഷ് ചെയ്യണമെന്നുള്ള ഉദ്ദേശം വെച്ച് തന്നെ കൊടുക്കുന്ന രൂപത്തിലാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അത് തീർച്ചയായിട്ടും വളരെയധികം മാനസികമായിട്ട് സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട്, വളരെയധികം ഡെസ്പാക്കിയിട്ടുണ്ട് അവരെ. ജോലി ചെയ്യുന്നത് തന്നെ സത്യസന്ധമായി എന്തിനു ജോലിയാണെന്നുള്ള ചോദ്യം വരെ ഉയരുന്ന രൂപത്തിലാണ്. ഓക്കെ.
വളരെ വ്യക്തമാണ്. റഷ മഞ്ചേരി കൃത്യമായി ജോലിയിൽ സത്യസന്ധമായി പ്രവർത്തിച്ചതിൻ്റെ ഒരു പകപോക്കൽ നടപടിയായിട്ടാണ് ഇത്തരം ഒരു ആരോപണവും പരാതികളും എത്തിയിട്ടുള്ളത് എന്നാണ് അവരുടെ ഭർത്താവ് കൂടിയായിട്ടുള്ള ജുനൈസ് പറയുന്നത്. നിലവിൽ വിജിലൻസിന് ലഭിച്ച പരാതിയിൽ പോലും കൃത്യമായി ഒരു അനോണിമസ് പരാതിയാണ്, അല്ലെങ്കിൽ കൃത്യമായ അഡ്രസ്സോ അല്ലെങ്കിൽ പേരോ ഇല്ലാത്ത ഒരു പരാതിയിൽ നിന്നാണ് ഈ അന്വേഷണത്തിന് തുടക്കം കുറിച്ചിട്ടുള്ളത് എന്നാണ് അവർ തന്നെ പറയുന്നത്. ഏതായാലും ഈ ഒരു അന്വേഷണം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി നിരപരാധിത്വം തെളിയിക്കാൻ കഴിയട്ടെ. നിരപരാധിയാണെങ്കിൽ ആ ഒരു നിരപരാധിത്വം തെളിയിക്കുകയും അതോടൊപ്പം ഇത്തരം ഒരു ശിക്ഷാ നടപടി സ്വാഭാവികമായി കൃത്യമായ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി കണ്ടെത്താനും വിജിലൻസിനും ആവട്ടെ എന്ന് പറയുകയാണ്. ക്യാമറമാൻ അജീഷിനൊപ്പം ഉമറലി ശിഹാബ്, വാഴക്കാട്. വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.